കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണു മരിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപാലേഖയുടെ വീട് സന്ദർശിച്ച് MLA മുഹമ്മദ് റിയാസ്. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, JT റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. ദീപലേഖയുടെ വേർപാട് ഏറെ ദുഃഖകരമാണ്. അവർക്ക് കാലിന് പരിക്ക് പറ്റി പ്രയാസമനുഭവിക്കുന്ന ഘട്ടമായിട്ടും അവർക്ക് ന്യായമായി ലഭ്യമാകേണ്ട ട്രാൻസ്ഫർ നൽകാതെ അവരെ പ്രയാസപ്പെടുത്തി എന്നുള്ളതൊരു വസ്തുതയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയൻ്റെ അസോസിയേഷൻ്റെ ഒരു പരിപാടിയിൽ ട്രാൻസ്ഫർ ഇനിയും ഉണ്ടാകും, റെഡിയായിക്കൊള്ളൂ എന്ന് വെല്ലുവിളിക്കുകയും മുഖ്യമന്ത്രിയുടെ ആക്രോശം ഏറ്റെടുത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു കരുണയും കാണിക്കാതെ എല്ലാ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ദീപലേഖയെ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ഇതിൽ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നീതി ലഭിച്ചില്ലെന്ന് മാത്രമല്ല, കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന തീരുമാനം വന്നുവെന്ന് അറിഞ്ഞ ഉടനെയാണ് ദീപലേഖ കുഴഞ്ഞു വീണ് മരണപ്പെട്ടത്. ഇത് സർക്കാർ സ്പോൺസേഡ് മരണമാണ്, ഒഴിവാക്കപ്പെടേണ്ട സംഭവമായിരുന്നു. ഇത്തരം സംഭവങ്ങൾക്ക് ഉത്തരവാദി പ്രധാനമായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെയാണ്. വൈരനിരാധന ബുദ്ധിയോടുകൂടി രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ഇനിയും ട്രാൻസ്ഫർ ഉണ്ടാകും, റെഡിയായിക്കൊള്ളൂ എന്ന് കേരളത്തിൻ്റെ മണ്ണിൽ ആദ്യമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് VD സതീശൻ. മുമ്പുള്ള ഒരു മുഖ്യമന്ത്രിമാരും UDF മുഖ്യമന്ത്രിമാരും ഇത്തരം നിലപാട് സ്വീകരിച്ചിട്ടില്ല. LDF ഇത്തരം കാര്യങ്ങൾ നേരത്തെ എടുത്തിട്ടുള്ള സമീപനം എല്ലാവർക്കും അറിയാം. എന്നാൽ UDFൻ്റെ മുൻകാല മുഖ്യമന്ത്രിമാരാരും പറയാൻ മടിച്ച കാര്യം പരസ്യമായി കേരളത്തിൻ്റെ നിലവിലുള്ള മുഖ്യമന്ത്രി പറഞ്ഞതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ആയിരക്കണക്കിന് ജീവനക്കാരാണെന്ന് അന്യായമായ ട്രാൻസ്ഫർ കാരണം പ്രയാസം അനുഭവിക്കുന്നത്. ചിലർ മരണപ്പെടുന്നു, ചിലർ അതിൻ്റെ ഭാഗമായി മാനസിക പ്രയാസം അനുഭവിക്കുന്നു. കേരളം ഇന്ന് വരെ കാണാത്ത ഈ നില തുടരുന്നു. സർക്കാർ സ്പോൺസേഡ് മരണമാണ് ദീപലേഖയുടെ മരണം. അന്യായമായ ട്രാൻസ്ഫറിൻ്റെ രക്തസാക്ഷിയാണ് ദീപലേഖ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.